ഹലോ കൂട്ടുകാരെ, മാലയോഗം ഭാഗം 26 സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അവർക്ക് തോന്നിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം വായിച്ചു നോക്കി. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അങ്ങനെയാണ് ഞാൻ ഓരോ കഥകളും ഓരോ ഭാഗങ്ങളും വായിക്കാൻ തുടങ്ങുന്നത്. ഓരോ ഭാഗം വായിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അത് നിറവേറ്റാൻ നോക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ വരിയും വായിക്കുന്നത്. എന്നാലും തെറ്റ് പറ്റുകയാണ്. എന്താ ചെയ്യുന്നത്? എനിക്കിത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നും സാധിക്കും, ചിലപ്പോൾ തോന്നും കഴിയില്ലേ, ഞാൻ തോറ്റു പോകുമോ, അങ്ങനെയൊക്കെ തോന്നും. എഴുതി വെക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ അത് വായിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ പറ്റിപ്പോവാണ്. പറ്റാതെ ശ്രമിക്കാം. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ചിരിയും കളിയുമായി ഇരുവരും കുറച്ചപ്പുറം മാറി നിന്ന് സംസാരിക്കുന്നത് നോക്കി ഉണ്ണിമായ നിന്നു. ഇതാണ് ആള്, വല്ലതും നടക്കുമോ? ഉണ്ണിമായുടെ അരികിലെത്തിയത് നിമിഷ കൂട്ടുകാരിയോടായി തിരക്കി. പിങ്ക് നിറത്തിലുള്ള സാരിയിൽ സുന്ദരിയായ ഒരു കൊച്ചു ടീച്ചർ. ഉണ്ണിമായ അവളെ ഒന്നാകെ നോക്കിയതിനു ശേഷം ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ പ്രിൻസിപ്പാളിനോട് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ, അതിനുശേഷം നിങ്ങളെ ഞാൻ വിവരം അറിയിക്കാം. തലയൊന്ന് കുലുക്കി പുഞ്ചിരിയോടെ തന്നെ അവൾ മുന്നോട്ട് നടന്നു. നിമിഷ, എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനൊന്നും അറിയില്ല. അതിന് BEdും TTC ഒക്കെ വേണ്ടേ? ഉണ്ണിമായ മുന്നേ നടന്നു പോയ നിമിഷക്കടുത്തെത്താൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടിയിരുന്നു. അതിന് നിന്റെ ജോലി ടീച്ചിങ് അല്ലല്ലോ. നിമിഷ അന്താളിപ്പോടെ നോക്കിയപ്പോൾ ഉണ്ണിമായ ചമ്മിപ്പോയിരുന്നു. പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ടാ. ടീച്ചിങ് കിട്ടണമെങ്കിൽ നീ പറഞ്ഞ പോലെ BEd അല്ലെങ്കിൽ TTC ഒക്കെ വേണം. അതിപ്പോൾ ടെമ്പററി ആണെങ്കിൽ പോലും. അവൾ നിമിഷയുടെ മിഴികളിലേക്ക് സസൂക്ഷ്മം നോക്കി. ഓഫീസ് സ്റ്റാഫിന് എക്സ്പീരിയൻസ് വേണ്ടി വരുമോ? ഉണ്ണിമായുടെ ഉള്ളിലെ ആകുലത നീങ്ങുന്നുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം, അവൾ അറിയിക്കട്ടെ എന്നും പറഞ്ഞവർ ഒരു ഓട്ടോക്ക് വേണ്ടി റോഡിൻ്റെ ഓരത്ത് വന്ന് നിന്നു. അല്പം കഴിഞ്ഞതും ആളൊഴിഞ്ഞൊരു ഓട്ടോക്ക് കൈ കാണിച്ചു മൂവരും കയറി. ഞാൻ നേരെ ഓഫീസിലേക്ക് പോകുകയാണ്. നിങ്ങളെന്താ പ്ലാൻ? ഈ ഓട്ടോയിൽ റൂമിലേക്ക് പോകുകയല്ലേ? ഓട്ടോ ബസ് സ്റ്റാൻഡിലെത്തിയതും നിമിഷ തിരക്കി. അപ്പുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതുകൊണ്ട് ഞങ്ങളും വൈകിയേ മുറിയിലേക്ക് പോകുന്നുള്ളൂ. അതോടെ മൂവരും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും നിമിഷ ഓട്ടോ പൈസ കൊടുക്കാൻ പേഴ്സ് തുറന്നു. നിമിഷയുടെ മുന്നിൽ വന്ന് നിന്ന് ഉണ്ണിമായയാണ് ഓട്ടോക്ക് പൈസ കൊടുത്തത്. ഭാമിനി ഉണ്ണിമായയ്ക്ക് എപ്പോഴോ വാങ്ങിക്കൊടുത്ത ഒരു സ്വർണ്ണക്കമ്മൽ വിറ്റ് കിട്ടിയ കാശ് അല്പം നീക്കിയിരിപ്പുണ്ടായിരുന്നു. ആ പണമുള്ള ധൈര്യത്തിലാണ് എല്ലാത്തിനും അവൾ തുനിഞ്ഞിറങ്ങുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്നും അവർ 2 വഴിക്കായി പിരിഞ്ഞു. ചെറിയൊരു ആൺകുട്ടിയുടെ തോളിൽ കയ്യും ഇട്ട് മറുകൈയിൽ വലിയ കവറും പിടിച്ച് വരുന്നവളെ കണ്ടതും വിഘ്നേഷ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് കാറ് റിവേഴ്സ് എടുത്തു. ഒരു വലിയ വെള്ളക്കാർ പിറകിലേക്ക് വരുന്നത് കണ്ട് ഉണ്ണിമായയും അപ്പുവും ഫുട്പാത്തിലേക്ക് ചാരി നിന്നു. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തെ ഗ്ലാസ് താഴ്ന്നു വരുന്നത് ഇരുവരും പരിഭ്രാന്തിയോടെ നോക്കി. മിഴികൾ കൂർപ്പിച്ച് നോക്കുന്നവളെ അപ്പു തല ഉയർത്തി നോക്കി. കൂളിംഗ് ഗ്ലാസ് മുഖത്ത് നിന്ന് ഊരി വിഘ്നേഷ് അവരെ നോക്കി. മുഖത്ത് യാതൊരു ഭാവപ്രകടനങ്ങളും ഇല്ലാതെ അവരെ നോക്കുന്നവനോട് എന്ത് ചോദിക്കുമെന്നറിയാതെ അവൾ വലഞ്ഞു. ഉണ്ണിമായ എവിടെ പോയി വരുന്നു? ഒടുക്കം പരസ്പരമുള്ള നോട്ടം വിഘ്നേഷ് ലംഘിച്ചു. ഇവനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി വരുവാണ്, ഉണ്ണിമായ ഭവ്യതയോടെ പറഞ്ഞു. ഈ കുട്ടി? വിഘ്നേഷ് അപ്പുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് തിരക്കി. എൻ്റെ അനിയനാണ്. അനിയനെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുന്നുവെന്ന് പറഞ്ഞാൽ ഉണ്ണിമായ ഇനി തിരികെ പോകുന്നില്ലെന്ന് സാരം. അവൻ്റെ ചോദ്യത്തിനൊന്ന് മൂളുക മാത്രം ചെയ്തവൾ. ഞങ്ങൾ പൊക്കോട്ടെ സാർ. ഇനി ഒന്നും അവനോട് സംസാരിക്കാനില്ലാത്തത് കൊണ്ട് അവൾ അപ്പുവിനെ കൂട്ടി നടക്കാൻ തുടങ്ങി. പാടത്തെ കിളപ്പെല്ലാം കഴിഞ്ഞു. മൺവെട്ടിയുമെടുത്ത് ഭരതൻ പൈപ്പിൻ ചുവട്ടിലെത്തി.
കാലും മുഖവും നന്നായി കഴുകി ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ചാരു കസേരയിൽ കൃഷ്ണനുണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പ്രവർത്തികളെല്ലാം കൃഷ്ണനുണ്ണി നോക്കിക്കാണുന്നുണ്ടായിരുന്നെങ്കിലും അവന് നേരെ നോക്കിയിരുന്നില്ല. ഭരതാ! പത്രം വായിക്കുന്ന കൃഷ്ണനുണ്ണിയെ ഒരു വേളയിൽ ഒന്ന് നോക്കി അകത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ കൃഷ്ണനുണ്ണി വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴും കൃഷ്ണനുണ്ണി പത്രത്തിലെ നോട്ടം പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ വിളിച്ചതെന്ന ശങ്കയിൽ അവൻ അവിടെ തന്നെ നിന്നു. എന്താ ഇനി നിന്റെ ഉദ്ദേശം? കൃഷ്ണനുണ്ണി പത്രം മടക്കി വെച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തുദ്ദേശം? കുളിക്കണം, വല്ലതും കഴിക്കണം, സ്കൂളിൽ പോകണം. ഭരതൻ അലസമായി പറയുമ്പോഴും അവൻ്റെ നോട്ടം കൃഷ്ണനുണ്ണിയിൽ പതിക്കാതിരിക്കാൻ വീടിൻ്റെ ഉമ്മറത്ത് അവൻ നട്ട പൂന്തോട്ടത്തിലേക്ക് മിഴികൾ നീട്ടി. ഞാൻ നിന്റെ കല്യാണക്കാര്യമാണ് ചോദിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല നീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. കൃഷ്ണനുണ്ണി അല്പം അധികാരസ്വരത്തിലായി പിന്നീട് പറച്ചിൽ. അത് കേട്ടിട്ടും അവൻ വെളിയിലേക്കുള്ള നോട്ടം മാറ്റിയില്ല. എടാ, അമ്മക്ക് വയ്യാതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടയും മുമ്പേ നിന്റെ കല്യാണം കാണണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ആരെക്കുറിച്ച് ഓർക്കണ്ട, സ്വന്തം പെറ്റമ്മയുടെ സങ്കടം ഓർത്താൽ മതി. അവൻ്റെ മുഖത്തെ ഒളിച്ചോട്ടം കൃഷ്ണനുണ്ണിയുടെ സ്വരത്തിൽ അയവ് വരുത്തി. എനിക്ക് കുറച്ച് സമയം വേണം ഏട്ടാ. അവൻ കൈകൾ പിറകിലേക്ക് കെട്ടി തൂണിൽ ചാരി നിന്നു. എടാ, ഇനിയും നീ ഒരു ചൂടില്ലാതിരുന്നാൽ ഒരു പക്ഷേ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നിൽക്കില്ല. പിന്നെ അതിൻ്റെ ഖേദം ഈ ആയുഷ്കാലം മുഴുവൻ പേറേണ്ടി വരും. കൃഷ്ണനുണ്ണി മുന്നറിയിപ്പ് നൽകി. ആ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായെന്നോണം അവൻ്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചു. സ്വന്തം അമ്മയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ കഴിയാതെ വന്ന ഒരു മകൻ്റെ ദുഃഖം എത്ര ദയനീയമാകുമെന്നവൻ ആദിയോടെ ഓർത്തു. അപ്പോഴേക്കും മേഘന കൃഷ്ണനുണ്ണിക്കുള്ള ചായയുമായി ഉമ്മറത്തെത്തിയിരുന്നു. എൻ്റെ മനസ്സൊന്ന് പാകപ്പെടുന്നത് വരെയെങ്കിലും ഒരു സമയം എനിക്ക് തരണം. അവൻ്റെ സ്വരത്തിൽ അപേക്ഷ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൊതിച്ചൊരു പെൺകുട്ടി, സ്വപ്നം കണ്ട ജീവിതം. ഇനി അതല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും അല്പം സമയം, അത്രയെങ്കിലും ദയ നിങ്ങളെന്നോട് കാണിക്കണം. ഒരു തവണ നിനക്കങ്ങനെ തെറ്റ് പറ്റിയെന്ന് വെച്ച് ജീവിതമേ വേണ്ടെന്ന് വെക്കാമോ? ആതിര ചേച്ചിയുടെ മോള് വേണ്ടെങ്കിൽ വേണ്ട. നീ ഒരു സമ്മതം മൂളിയാൽ പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ച് തരാം. നിനക്ക് കൂടെ ആ കുട്ടിയെ ഇഷ്ടമായെങ്കിൽ മാത്രം ആ പെൺകുട്ടിയുമായി സംസാരിച്ചു പരിചയപ്പെട്ടതിനു ശേഷം വിവാഹം നടത്താം. ഒരു പുഞ്ചിരിയോടെ മേഘന അവനെ നോക്കി പറഞ്ഞതും മൗനമായി അവൻ അകത്തേക്ക് പോയി. മുറിയിലെ ടേബിളിനോട് ചേർന്നുള്ള കസേരയിൽ ഇരുന്നവൻ മിഴികൾ ചിമ്മി. എന്ത് തീരുമാനിക്കുമെന്നുള്ള ആശയക്കുഴപ്പം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. നിങ്ങളിൽ നിന്നൊക്കെ ആഗ്രഹിച്ച ഒരു മനം ഈ കൊച്ചു കുന്നിമണി ഗ്രാമത്തിൽ തന്നെയുണ്ട്. ആ ഹൃദയം ഒരു പൂമ്പാറ്റയെപ്പോലെ ഇവിടെയൊക്കെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. ചെറിയമ്പ്യാർ ഒരിക്കലും ആ പൂമ്പാറ്റയെ തിരിച്ചറിയാതെ പോകരുത്. ഉണ്ണിമായയുടെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി. വീട്ടിലെത്തിയതും ഉണ്ണിമായ അവിടെയെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി. ശേഷം വരുമ്പോൾ വാങ്ങി വന്ന പലചരക്ക് സാധനങ്ങൾ സ്ലാബിലേക്ക് എടുത്തു വെച്ചു. മുറിയിൽ കളിച്ചിരിക്കുന്ന അപ്പുവിനെ കുളിക്കാൻ പറഞ്ഞു വിട്ട് ഉണ്ണിമായ പാചകത്തിലേക്ക് തിരിഞ്ഞു. ചോറും കറിയും പ്രാതലിനൊപ്പം തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അവൾ ആദ്യം നിന്നത് തോരൻ വല്ലതും ഉണ്ടാക്കാനായിരുന്നു. കൊണ്ടുവച്ച കവറിൽ നിന്നും ചെഞ്ചീര കയ്യിലെടുത്തു. ബാക്കിയുള്ള കവറുകൾ ഫ്രിഡ്ജിൽ തുറന്നു അതിലേക്ക് വെച്ചു. നിമിഷ ചെയ്യുന്നത് കണ്ടാണ് ഫ്രിഡ്ജിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഉണ്ണിമായ പഠിച്ചെടുത്തത്. അടുക്കള ജോലിയൊക്കെ പൂർത്തിയാക്കി അവൾ അവിടമാകെ തുടച്ചിട്ടു. കുളിമുറിയിൽ ഒരു ചെറിയ അലക്ക് കല്ലേ ഉള്ളൂ. അപ്പുവിൻ്റെയും അവളുടെയും ഡ്രസ്സ് അതിൽ വെച്ച് എങ്ങനെയൊക്കെയോ അലക്കിയെടുത്തു. കുളത്തിലെ ഒരുപാട് വെള്ളത്തിൽ വിരിച്ചും കുതിർത്തും തുണി അലക്കുന്നവൾക്ക് ഈ തുണി കഴുകലിൽ ഒരു തൃപ്തി വന്നിരുന്നില്ല. കുളിച്ച് ഈറനോടെ അവൾ പുറത്തേക്ക് വരുമ്പോൾ കണ്ടത്
വീടാകെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന നിമിഷയെയാണ്. എടി, ഇവിടെയാകെ മാറിയിട്ടുണ്ടല്ലോ, എല്ലാം നല്ല അടുക്കും ചിട്ടയിലും വെച്ചിട്ടുണ്ട്. നീ ഒരുപാട് നേരം വെച്ച് പണിതിട്ടുണ്ടല്ലേ. നിമിഷ അവളെ പ്രശംസിച്ചു കൊണ്ടിരുന്നു. ഞാൻ വീട്ടിലാണെങ്കിലും എല്ലാം ഒതുക്കി വെക്കും. അലങ്കോലമായി കിടന്ന എനിക്കെന്തോ പോലെയാ. ഇതുപോലൊരു വീട് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതിലും ചെറിയൊരു വീട് അടച്ചുറപ്പിലുണ്ടായിരുന്നെങ്കിലെന്ന് പൊന്നുപോലെ ഞങ്ങൾ നോക്കിയനെ. ഉണ്ണിമായ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വന്ന് കയറിയതും നിമിഷ ബാഗെടുത്ത് ബെഡിലേക്ക് എറിയാറാണ് പതിവെങ്കിലും ഇന്നങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അവൾ ബാഗെടുത്തു ഷെൽഫിൽ വെച്ച് പൂട്ടി. ഊണുകാലം തെറ്റി. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ വാ, ഞാൻ എടുത്തു തരാം, എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ഉണ്ണിമായ മുന്നേ അടുക്കളയിലേക്ക് നടന്നപ്പോൾ നിമിഷയുടെ ഉള്ളിൽ ഉത്സാഹവും സന്തോഷവും തോന്നി. അവളെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഇത്രയും ആവേശത്തിൽ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പു വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളമ്പിക്കൊടുത്തു. അതും കഴിച്ച് അവൻ ഉറങ്ങി. അപ്പുവിനെക്കുറിച്ച് നിമിഷ എന്തെങ്കിലും ചോദിക്കും മുമ്പേ ഉണ്ണിമായ പറഞ്ഞു. ഉണ്ണിമായ അവർക്ക് രണ്ടാൾക്കുമുള്ള പ്ലേറ്റുകൾ എടുത്തു വന്നപ്പോഴേക്കും നിമിഷ ഓരോ പാത്രങ്ങളുടെ മൂടിയും തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. ചാടിത്തുള്ളി മുറിയിലെ ഡോർ തുറന്നു വരുന്ന വെങ്കിടിയെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ചു ഭാഗ്യ ശാലിനിയോട് ഒട്ടിച്ചേർന്ന് കിടന്നു. നീ വീണ്ടും അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയോ? ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ഭാഗ്യ സുബ്ബലക്ഷ്മിക്കൊപ്പം ഇരുന്നു. അത് പിടിക്കാത്ത കെറിവിൽ അവരെന്തൊക്കെയോ ഭാഗ്യത്തോട് കയർത്ത് സംസാരിച്ചു. ക്ഷമ കെട്ട് ഭാഗ്യ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടിയും കൊടുത്തു. പിന്നെ അവൾ അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചു. ഒരണുവിട കുറഞ്ഞു കൊടുക്കാതെയുള്ള സുബ്ബലക്ഷ്മിയുടെ ധാർഷ്ട്യം പ്രായമേറിപ്പോയതിലുള്ള അപക്വത അല്ലെന്ന് അവൾക്ക് തോന്നി. ഇത് പണത്തിൻ്റെ ഹുങ്കാണ്. താൻ പണമില്ലാത്തവളാണെന്നുള്ള അവരുടെ പുച്ഛം. മകൻ വന്നതും കൃത്യമായി അവർ കാര്യങ്ങൾ വെങ്കിടിയുടെ കാതിലെത്തിച്ചിരിക്കുന്നു. അവരുടെ ഭാഗം ന്യായീകരിച്ചാകും എല്ലാം വിശദീകരിച്ചിട്ടുണ്ടാകുക എന്നവൾക്ക് ഉറപ്പായിരുന്നു. മുൻപും അതങ്ങനെ തന്നെയായിരുന്നു. അവരൊക്കെ പഴയ ആളുകളാണ്. അവർക്കൊപ്പം തർക്കിച്ച് നിൽക്കണോ? നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഭാഗ്യത്തിൻ്റെ അരികിലിരുന്ന് അവൾ ഉറങ്ങിയിട്ടില്ല എന്ന ഉറപ്പിൽ വെങ്കിടി വിലപിച്ചു. എന്ന് കരുതി ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഞാൻ ചെയ്ത തെറ്റെന്താണ്? വെങ്കിടിയെ സ്നേഹിച്ചതോ? വെങ്കിടിയുടെ ഭാര്യയായതോ? അതോ ഈ കുഞ്ഞിനെ പ്രസവിച്ചതോ? ഭാഗ്യ മിഴിനീരോടെ എഴുന്നേറ്റിരുന്നു അവന് നേരെ ചീറി. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങിയാലും വഴക്കുണ്ടാക്കിയാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി പാടാകും. വെങ്കിടി പുറംതിരിഞ്ഞിരുന്നു ദീർഘമായി നിശ്വസിച്ചു. വെങ്കിടി വന്നാലും ഇല്ലെങ്കിലും വിക്കിയുടെ കല്യാണം കഴിഞ്ഞതും ഞാനും മോളും ഇവിടെ നിന്ന് പോകും, ഉറപ്പോടെ പറഞ്ഞവൾ ശാലിനിക്കൊപ്പം കിടന്നവൾ ഉതപ്പ് കൊണ്ട് മുഖം മൂടി. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി വെങ്കിടി വാതിൽ തുറന്ന മുറിയിൽ നിന്നിറങ്ങി തിരികെ വാതിൽ വലിച്ചടച്ചു. രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ ഓർഡർ പ്രകാരമുള്ള വാക്കത്തി പണിതു കൊടുത്ത് കാശും വാങ്ങി കവിത ഇടവഴിയിലൂടെ നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ കിട്ടിയ നോട്ടുകളും ചില്ലറകളും എണ്ണി തിട്ടപ്പെടുത്തി. എടോ അവിടെ നിൽക്കടോ. കയ്യിലൊരു പൊതിയും പിടിച്ച് മുന്നോട്ട് കുതിക്കുന്നവനെ നോക്കി കവിത ഉറക്കെ വിളിച്ചു. അവളുടെ വിളി കേട്ട് തങ്കപ്പൻ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അയാൾ നടത്തം തുടർന്നു. അരിശം മുത്ത് കവിത ഒറ്റ കുതിപ്പിന് അവൻ്റെ മുൻപിലെത്തി. താനിതെങ്ങോട്ടാ? തെല്ലും ഭയമില്ലാതെ അവൾ അയാളെ രൂക്ഷമായി നോക്കി. ഇടവഴിയിലെ ഈ വളവ് കഴിഞ്ഞാൽ കവിതയുടെ വീടാണ്. തങ്കപ്പൻ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് കവിതയ്ക്ക് ഉറപ്പായി. ഞാൻ എൻ്റെ മക്കളെ കാണാൻ. തൻ്റെ ഏത് മക്കൾ? അലസമായി പറയുന്നവൻ്റെ വാക്കുകൾ കേട്ട് കവിത രോഷാകുലയായി. തങ്കപ്പൻ്റെ മക്കൾ ഏതാണെന്ന് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. തങ്കപ്പൻ അവളെ വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ നടന്നു.
തന്നോട് എൻ്റെ വീട്ടിലേക്ക് നീ കയറരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? കവിതയ്ക്ക് വിടാൻ ഭാവമില്ലാതെ അവൾ ക്രോധത്തോടെ അലറി. അങ്ങോട്ട് മാറി നിൽക്കടി. തങ്കപ്പൻ്റെ വഴി മുടക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. തങ്കപ്പൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച അതേ വേഗതയിൽ അവളുടെ മുടിക്കുത്തിന് പിടിച്ചുലച്ച് മുന്നോട്ട് ആഞ്ഞു തള്ളി. നിലത്ത് വീണു പോകാതെ ബലിഷ്ഠമായ ഇരു കരങ്ങൾ അവളെ താങ്ങി നിർത്തി. വേച്ചുപോയ അവൾ വന്നു കിടന്നത് ആ നെഞ്ചിലായിരുന്നു. മുഖത്ത് വീണ ആടി ഉലഞ്ഞ മുടി ഇഴകൾക്കിടയിലൂടെ അവൾ നോക്കിയപ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ ജ്വലിപ്പിക്കുന്ന നോട്ടത്തോടെ നോക്കി നിൽക്കുന്ന ഭരതൻ. അവൾ പതിയെ തല ഉയർത്തി. അവൻ്റെ ഒരു വേള നോട്ടം അവളിലും വന്നു. കവിതയുടെ കൈത്തണ്ടയിൽ പിടിച്ചു അപ്പുറത്തേക്ക് മാറ്റി ഒരു പോരുകാളയുടെ ശൗര്യത്തോടെ അവൻ തങ്കപ്പന് നേരെ നടന്നു. ലഹരിയുടെ ആസക്തിയിൽ മുന്നിൽ വരുന്നവൻ്റെ ശക്തിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാത്ത തങ്കപ്പൻ അവനേക്കാൾ വേഗതയിൽ മുന്നോട്ട് കുതിച്ചു വന്നു. തങ്കപ്പൻ്റെ മുഖത്തും തെല്ലും ഭയം തെളിഞ്ഞില്ല. ഭരതൻ്റെ തിളങ്ങുന്ന മിഴികളിലേക്ക് നോക്കവേ കവിതയ്ക്ക് ആദിയായി. അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. താനിനി പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കടോ? ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഭരതൻ തങ്കപ്പൻ്റെ നേർക്ക് നിന്നു ചോദിച്ചു. തങ്കപ്പൻ ഒരു പെണ്ണിനെ കൈവെക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ താനാരാ? പുച്ഛച്ചിരിയോടെ ചോദിച്ചതും ഭരതൻ്റെ വലത് കരം തങ്കപ്പൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചതും ഒരുമിച്ചായിരുന്നു. തുടരും. ഇന്നെന്തെങ്കിലും കുഴപ്പമായോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരാവേ. ഒറ്റയടിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിമായയും കവിതയൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? നമ്മളിനി കവിതയിലൂടെയും ഒന്ന് സഞ്ചരിച്ച് പോകാം. കാരണം ഇത് ഉണ്ണിമായുടെ മാത്രം കഥയല്ല, കവിതയുടെ കൂടെ കഥയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ 500 ആവാൻ വേണ്ടി കാത്തിരിക്കാൻ. ദയവായി നിങ്ങൾ വേഗം 500ലേക്ക് എത്തിച്ചു തരണം കേട്ടോ. എല്ലാവരോടും സ്നേഹം. നന്ദി.